ഹലോ, ഹായ്, ചേച്ചി ഫോൺ എടുത്തു. ഇത് പൈങ്കിളിയുടെ ചേച്ചിയാണോ? അതെ സർ, ഞാൻ പൈങ്കിളിയുടെ ചേച്ചിയാ. നിങ്ങൾ നാളെ ടൂർ പോകുന്നുണ്ടോ? അതെ സർ, ഞങ്ങൾ നാളെ ഫാമിലി ആയിട്ട് ടൂർ പോകുന്നുണ്ട്. ശരി, ഓക്കെ. ഇതെന്തുവാ എത്രമാത്രം ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ചതാ? അപ്പൊ തന്നെ ഫോൺ വെച്ചല്ലോ. HM ടീച്ചറുടെ അടുത്ത് പോയിട്ട് ലെറ്റർ കൊടുത്തിട്ട് സൈൻ ഇട്ടിട്ട് വാ, എന്നാലേ ലീവ് സാങ്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. കേട്ടല്ലോ? HM ടീച്ചറുടെ അടുത്തോ? ആ, അതെ, HM ടീച്ചറുടെ അടുത്ത് പോയിട്ട് ലീവ് ചോദിച്ചാലേ നിന്നെ വിടുള്ളൂ, അല്ലെങ്കിൽ വിടില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാവർക്കും ലീവ് വേണ്ടി ഉണ്ടാവും. ഇതാവുമ്പോൾ പിന്നെ അവർ അങ്ങനെ ലീവൊന്നും ആക്കിയില്ല, ചോദിക്കൂല. പെട്ടെന്ന് പോയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് സൈൻ വാങ്ങിയിട്ട് വാ. ശരി സർ. ശിവ, നീ വരുന്നോ? ശിവ എന്തിനാ? അവളും വരുന്നോ നാളെ ടൂറിന്? ഇല്ല സർ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. നിനക്ക് എന്തിനാ ഇത്ര പേടി? അവിടെ എന്താ വല്ല പ്രേതോ ഭൂതോ മറ്റുണ്ടോ? അത്രമാത്രം പേടിക്കാൻ വേണ്ടിയിട്ട്? അവളൊന്നും വിടുന്നില്ല. നീ മാത്രം പോയിട്ട് ലീവ് ചോദിച്ചിട്ട് വാ. പെട്ടെന്ന് പോ. നീ ഇങ്ങനെ ഇവിടെ നിന്നാൽ മതിയോ? എനിക്ക് പാടൊന്നും തുടങ്ങണ്ടേ? സോറി സർ. കുട്ടികളെ എല്ലാവരും വായി നോക്കിയത് മതി. ബുക്കെടുത്ത് വെക്ക്. ലീവ് ചോദിച്ചാൽ തന്നെ തരുന്നത് കൊണ്ടാ നിങ്ങൾക്ക് ഇത്ര ലീവ് എടുക്കാൻ തോന്നുന്നത്. ലീവ് ചോദിക്കുമ്പോൾ തരാൻ എന്തിത്? ഇനി ഇതുപോലെ ചെയ്യുമ്പോൾ ആർക്കും ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല. പാവം നമ്മളെ പൈങ്കിളി അല്ല ശിവ? പാവം, പാവൊന്നുമല്ല. അവൾക്കിത് വേണ്ടതായിരുന്നു.